എന്താണ് ഗരുഡൻ പറവയ്ക്ക് പിന്നിലെ പുരാണകഥ? ലോകത്തെ വിറപ്പിച്ച ദാരികാസുരനെ വധിച്ചിട്ടും അടങ്ങാത്ത ക്രോധത്തോടെ ജ്വലിച്ചു നിന്ന ഭദ്രകാളി ദേവി, ചോര കുതിക്കുന്ന ദേവിയുടെ ആ രൗദ്രഭാവം മാറ്റാൻ ത്രിമൂർത്തികൾക്ക് പോലും സാധിച്ചില്ല. പ്രപഞ്ചം മുഴുവൻ ആ കോപാഗ്നിയിൽ കത്തിയമരുമെന്ന് ഭയന്ന നാളുകൾ. ഒടുവിൽ ജഗന്നാഥനായ മഹാവിഷ്ണു തൻ്റെ വാഹനമായ ഗരുഡനെ ദേവിയുടെ ക്രോധം ശമിപ്പിക്കാനായി നിയോഗിച്ചു. പക്ഷിരാജനായ ഗരുഡൻ ഭദ്രകാളിയുടെ മുന്നിലെത്തി ദേവിയുടെ കോപമടക്കാൻ. ഗരുഡൻ ക്ഷേത്രാങ്കണത്തിൽ ചിറകടിച്ചു നൃത്തം ചവിട്ടി. 18 താലവട്ടങ്ങളിൽ തീർത്ത ആ ചുവടുകൾക്കൊടുവിൽ ഗരുഡൻ തൻ്റെ ശരീരത്തിൽ നിന്ന് 3 തുള്ളി ചോര ദേവിക്ക് സമർപ്പിച്ച് പ്രണാമമർപ്പിച്ചു. അതോടെ കാളി ശാന്തയായി എന്നാണ് ഐതിഹ്യം. ഈ പുരാണ കഥയാണ് ഓരോ ഗരുഡൻ പറവയിലും ഇന്നും പുനർജനിക്കുന്നത്. വിശ്വാസവും പാരമ്പര്യവും കഠിന സാധനയും ഒത്തുചേരുന്ന ഈ ദൃശ്യവിരുന്ന് കേരളത്തിൻ്റെ തനത് സംസ്കാരത്തിന് പ്രൗഢിയാണ് വിളിച്ചോതുന്നത്. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറി വന്ന് ഈ കലാരൂപം കേവലം ഒരു ആചാരമല്ല, പ്രകൃതിയും മനുഷ്യനും ദൈവവും ഒന്നാകുന്ന വിസ്മയ നിമിഷമാണ്. കാവുകളിലെ കനലാട്ടങ്ങൾക്കിടയിൽ ഭക്തരുടെ നെഞ്ചിലെ കനലായി ആകാശത്ത് ചിറകു വിരിച്ചു പറക്കുന്ന ആ പക്ഷിരാജന്റെ ഓർമ്മപ്പെടുത്തലായി ഗരുഡൻ പറവ ഇന്നും നമ്മുടെ മണ്ണിൽ ചിറകടിച്ചുയരുന്നു.